This news is brought to you by ARX Travel and Holidays, City Square Building, Cherubura. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷജീർ ഇക്ബാലിനെ ഡിവൈഎഫ്ഐ CPM പ്രവർത്തകർ പെരിങ്ങോത്ത് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനെതിരെ പെരിങ്ങോം ടൗണിൽ UDFിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC സെക്രട്ടറി KK സുരേഷ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ KM കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കൊട്ടില മുഹമ്മദ് കുഞ്ഞി, UDF ചെയർമാൻ KM കുഞ്ഞപ്പൻ, UDF കൺവീനർ TP മുസ്തഫ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ, മണ്ഡലം പ്രസിഡന്റുമാരായ രവി പൊന്നംവയൽ, MK രാജൻ, മുസ്ലിം ലീഗ് നേതാക്കളായ PS റഫീഖ് അഷ്റഫി, അഹമ്മദ് പോത്താങ്കണ്ടം, VV മുഹമ്മദ് കുഞ്ഞി, KP അഷ്റഫ്, PV മുഹമ്മദ് കുഞ്ഞി, ഫൗസിൽ ഞെക്ലി, KP നൌഫൽ, ജ്യോതിഷ്, റാഷിദ് അസ്ഹരി, MS ഇക്ബാൽ, മഷ്ഹൂദ് പെരിങ്ങാല, P സക്കറിയ, സത്താർ പെടേന, ഇക്ബാൽ വട്ടിയേര, ആദിൽ ഹാജിമുക്ക് തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒറ്റക്കൊരു യൂത്ത് കോൺഗ്രസ്സുകാരൻ വന്നാൽ അടിക്കും, ഒറ്റക്കൊരു യൂത്ത് ലീഗുകാരൻ വന്നാൽ അടിക്കും, ഒറ്റക്കൊരു BJPക്കാരൻ വന്നാൽ അടിക്കും. എന്നാൽ 50 യൂത്ത് ലീഗുകാരും 50 യൂത്ത് കോൺഗ്രസ്സുകാരും വന്നാൽ അടിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഡിവൈഎഫ്ഐ ചട്ടകൾ ഈ തെളിവോക്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. നീതി ഇലക്ട്രിക്കൽസിലും നീതി മെഡിക്കൽസിലും ഒക്കെ ഇരിക്കുന്ന തെമ്മാടിയോട് ഞങ്ങൾ പറയാം, നിങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യേണ്ടവരാണ്. നാളെ ഈ മെഡിക്കൽസിലും ഇലക്ട്രിക്കൽസിലും സാധനം വാങ്ങാൻ CPM-കാരൻ മാത്രമല്ല വരിക. അവിടെ CPM-കാരൻ മാത്രമാണ് സാധനം വാങ്ങാൻ വരുന്നത്. അവിടെ കോൺഗ്രസ്സുകാരൻ വരും, ലീഗുകാരൻ വരും, BJPക്കാരൻ വരും. അവിടെ നിൽക്കുന്ന തെമ്മാടികളാണ് ഇന്ന് ഷജീർ ഇക്ബാലിനെ ഈ തെരുവോത്തിന്റെ തെരുവിൽ വെച്ചടിച്ചത്. ഞങ്ങൾ ഉറക്കെ പറയുന്നു, ഈ നാറികളെ ഞങ്ങൾ ഈ പെരിങ്ങോത്ത് വെച്ച് നേരിടും. മെയ് 26 കഴിയട്ടെ. ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഞങ്ങൾ പോലീസുകാരുടെ ഒരു കാര്യം പറയുന്നു. സാധാരണ പ്രതിഷേധമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ കുഞ്ഞപ്പേട്ട നിൽക്കുന്നു. പാടിയൊടിച്ചാൽ അഗ്രികൾച്ചർ ബാങ്കിന്റെ ഉദ്ഘാടനത്തിന് രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം പാടിച്ചാൽ വന്നപ്പോ പെരിങ്ങോത്തടക്കമുള്ള ഡിവൈഎഫ്ഐക്കാർ കരിങ്കൊടി കാണിക്കാൻ വന്നു. അവിടെ ആയിരക്കണക്കിന് കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രവർത്തകരുണ്ടായിരുന്നു. ആരെങ്കിലും ഡിവൈഎഫ്ഐക്കാരനെ അടിക്കാൻ തയ്യാറായോ? പ്രതിഷേധം എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയാണ്. ഷജീർ ഇക്ബാൽ ഇന്ന് കാണിച്ചതെന്താ? അദ്ദേഹം ജനാധിപത്യ രീതിയിൽ കറുത്ത കൊടി കാണിച്ച് പ്രതിഷേധിച്ചു. നമ്മൾ പ്രതിഷേധിക്കണ്ടേ? വീണ ജോർജിന്റെ ഭരണത്തിൽ ഈ നാട്ടിൽ നടക്കുന്ന എന്താ? ഇന്ന് വീണ ജോർജിന്റെ അഭിനയം എല്ലാവരും കണ്ടില്ലേ? വീണ ജോർജിന്റെ അഭിനയം ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കാണുന്നു. ആ റെയിൽവേ സ്റ്റേഷനിൽ കേസുകാർ ഒരു കരിങ്കൊടി കാണിച്ചപ്പോ ആ കരിങ്കൊടി കണ്ടിട്ട് ICUവിൽ കിടക്കേണ്ട ഗതികേട് നിങ്ങളുടെ നേതാക്കൾക്ക് ഇതുപോലെ സമരത്തെ കണ്ട് പരിചയമില്ല, നേരിടാനാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഷജീർ ഇക്ബാൽ ഞങ്ങളുടെ നേതാവാണ്. യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും വളർന്നു വരുന്ന ഈ നാട്ടിലെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ഉന്നതനായ നേതാവാണ്. അദ്ദേഹത്തിന് നേരെ ഇന്ന് നിങ്ങൾ നടത്തിയ ആ അക്രമം ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. ഞങ്ങൾ മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കും. ഇന്നിവിടെ എത്തിയ ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്ത മുഴുവൻ ചെറുപ്പക്കാരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യാത്രകൾ ഇനി സ്വപ്നമല്ല, സുരക്ഷിതമായും സന്തോഷകരമായും ലോകം ചുറ്റാൻ സമയമായി. നിങ്ങളുടെ വിസ നടപടികളും ടിക്കറ്റ് ബുക്കിംഗും ഇനി ടെൻഷൻ ഇല്ലാതെ പൂർത്തിയാക്കാം. ARX ട്രാവൽ ആൻഡ് ഹോളിഡേയ്സ്, സിറ്റി സ്ക്വയർ ബിൽഡിംഗ്, ചെറുപുഴ. വിസിറ്റിംഗ് വിസ, ഉംറ വിസ, വിസ സ്റ്റാമ്പിംഗ്, ഏത് വിസ കാര്യങ്ങൾക്കും ഇനി എളുപ്പം. ഒപ്പം മികച്ച നിരക്കിൽ എയർ, ട്രെയിൻ, ബസ് ടിക്കറ്റുകളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആഭ്യന്തര അന്തർദേശീയ ടൂർ പാക്കേജുകൾ, പാസ്പോർട്ട് സേവനങ്ങൾ, ഗാങ്ക മെഡിക്കൽ അപ്പോയിന്റ്മെന്റ്സ് തുടങ്ങി എല്ലാ ട്രാവൽ സൊല്യൂഷൻസും ഒരൊറ്റ കുടക്കീഴിൽ. ഇഷ്ടപ്പെട്ട ഇടങ്ങളിലേക്ക് മനസ്സ് നിറഞ്ഞൊരു യാത്ര. കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ ആകട്ടെ, യാത്ര തുടങ്ങാം ARXനൊപ്പം. യാത്രകൾ ഇനി ആവേശകരമാകട്ടെ. ചെറുപുഴയിൽ ഇനി ട്രാവൽ ആവശ്യങ്ങൾക്കായി എങ്ങും പോകേണ്ട.
സിറ്റി സ്ക്വയർ ബിൽഡിംഗിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് തൊട്ടുമുകളിൽ എയറെക്സ് നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു. ഇന്ന് തന്നെ വിളിക്കൂ 7994423062.